ഹലോ എവരിവൺ. ഒരു മോട്ടറിംഗ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പലപ്പോഴും കാർ കമ്പനികളിൽ നിന്ന് ലോങ് ടേം എന്നുള്ള രീതിയിൽ കാറുകൾ കിട്ടാറുണ്ട്. അപ്പോൾ അതായത് നമ്മൾ യൂഷ്വൽ ടെസ്റ്റിന് നമുക്കൊരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് യൂസ് ചെയ്യാൻ കിട്ടുള്ളൂ. പക്ഷേ ലോങ് ടേം കാറുകൾ യു ഹാവ് ദം ഫോർ എബൌട്ട് മേ ബി ഒരു മാസം ആവാം, ചിലപ്പോൾ 3 മാസം ആവാം, ചിലപ്പോൾ 6 മാസമായിരിക്കാം, 1 കൊല്ലമായിരിക്കാം, 2 വർഷം വരെയൊക്കെ ഞാനൊരു വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് S-Cross 1.6 ഇറങ്ങിയപ്പോൾ, ബിക്കോസ് ഐ ലവ് ദാറ്റ് കാർ സോ മച്ച്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആ വണ്ടി കുറേ കാലം യൂസ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ പകർന്നു തരിക എന്നുള്ളതാണ്. കമ്പനികൾ എക്സ്പെക്ട് ചെയ്യാറില്ല അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ വി ഡു ദാറ്റ് എനിവേ, കാരണം അത്രയും കാലം ഒരു വണ്ടിയുടെ കൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഒരു വണ്ടി, ഈ ഹൈലക്സ്, ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ടോക്കിംഗ് കാർഡ്സ് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 2022 ഈ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈലക്സ് വീഡിയോ ആണ്. കാരണം അന്ന് ടൊയോട്ട ഇന്ത്യക്ക് ഒരു പ്രസ് കാർ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ ഡീലർക്ക്, നമ്മുടെ കേരളത്തിലുള്ള ഡീലർക്കും അന്ന് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ വി ഗോട്ട് ദാറ്റ് കാർ. അന്ന് ആ വീഡിയോ ഉണ്ടാക്കി. ലെറ്റ്സ് സേ ആ കാർ പിന്നീട് തിരിച്ചു പോയിട്ടില്ല എന്നുള്ളത്. ഇറ്റ് വാസ് ഓൾവേസ് വിത്ത് മീ. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് രാജേഷ് ഡോക്ടറുടെ വണ്ടിയാണ്. പുള്ളിക്ക് ഈ വണ്ടി കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല എന്നുള്ളത് വെച്ചിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയതാണ്. ടൊയോട്ട കമ്പനി പോലും എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഒരു വണ്ടി ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത്. JD എപ്പോഴും പറയും, ഇവനെ നമുക്ക് 2 കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കാം. ഒന്ന്, ഒരു ബാറാണ്, ഒട്ടും കുടിക്കില്ല, അതുകൊണ്ട് കൃത്യമായി നോക്കിയിട്ട് കണക്കൊക്കെ കറക്റ്റ് കൊടുത്തോളും. 2, പിക്കപ്പ് ട്രക്കാണ്. ഐ ഹാവ് 0 യൂസ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് എ കാർ. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ഇത് ഓടിച്ചിട്ടില്ല. ആകെ 5388 കിലോമീറ്റർ ഈ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുള്ളൂ. 3 വർഷം കൊണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഓടിക്കാണ്ട് വീടിൻ്റെ ഒരു മൂലയിൽ അനാഥപ്രേതം പോലെ പൊടിയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണെന്ന്. അല്ല, കൃത്യമായിട്ട് വാഷ് ചെയ്യും, ഓടുന്നില്ലെങ്കിലും കൃത്യമായി സർവീസിന് കൊണ്ടുപോകും, ഓയിലൊക്കെ മാറും, ഫിൽറ്റേഴ്സ് എല്ലാം മാറും, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യും, അണ്ടർ ബോഡി വാഷ് ചെയ്യും, ഇടയ്ക്ക് ഒന്ന് പോളിഷ് ചെയ്യും. ഇവൻ്റെ ഒപ്പമുള്ള വണ്ടികൾ ഗൾഫിൽ പോയി മണ്ണി കിടന്ന് പണിയെടുക്കുകയാണ്, അല്ലെങ്കിൽ തായ്ലൻഡിൽ കിടന്ന് ചുമടെടുക്കുകയാണ്, ഇനി ഒന്നും അല്ലെങ്കിൽ താലിബാന് വേണ്ടിയിട്ട് വെടിയുള്ളുകയാണ്. ഇവനാണെങ്കിൽ ഒരു പണിയെടുക്കാണ്ട് ചുമ്മാ കുളിച്ച് കുറിയും തൊട്ട് കാർ പോർച്ചിൽ ഇറക്കണതാണ് ഞാൻ കണ്ടേക്കുന്നത്. മേലെണെങ്കിൽ ഒന്ന് ഓഫ് റോഡ് പോലും പോയിട്ടില്ല ജീവിതത്തിൽ. ആ ഒരു റോട്ട് വീലർ പട്ടിയുടെ വീഡിയോ കണ്ടിട്ടില്ലേ, പാപ്പം തിന്നാൻ കൈകൊട്ട്. ഇതിൻ്റെ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക്. ഹൈലക്സ് ആയിട്ട് ജനിച്ചു എന്നുള്ളൂ. സോ വെൽക്കം എവരി വൺ ടു ദ മോസ്റ്റ് പാമ്പേർഡ് ഹൈലക്സ് ഇൻ ദ വേൾഡ്. നമുക്കിനി ഈ വണ്ടിയുടെ ചിലവുകളെ പറ്റി പറയാം. നമ്മൾ പറയും ഇവന് വേറെ ചിലവൊന്നുമില്ലല്ലോ, സർവീസൊന്നും വലിയ കോസ്റ്റ് ഒന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഓരോ സർവീസിനും എല്ലാ വർഷവും ആനുവലി ഉള്ളത്. നമ്മളിപ്പോൾ കിലോമീറ്റർ വെച്ചിട്ടല്ല, ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം കിലോമീറ്റർ ആവുന്നില്ല എനിവേ. അത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 11,000 to 15,000 അതിൻ്റെ ഇടയിലാണ് ബില്ല് വരാറ്. ഇൻഷുറൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സംതിങ് ലൈക്ക് 60,000 70,000 ഒക്കെ വന്നിട്ടുണ്ട്. ആ ഇൻഷുറൻസും കൊണ്ട് ആകെ ഓടുന്നത് ഒരു 2,000 കിലോമീറ്ററാണ് ഒരു വർഷം എന്ന് ആലോചിക്കുമ്പോൾ അതും വലിയൊരു ചിലവാണ്. അതൊക്കെ പിന്നെ രാജ് ഡോക്ടർ കൊടുത്തുള്ളതുകൊണ്ട് ഞാൻ അറിയാറില്ല. പക്ഷേ ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്നത് ഇത് പാർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. വീട്ടിലൊരു 2 സെൻറ്റ് സ്ഥലം ഇത് പാർക്ക് ചെയ്യാൻ തന്നെ വേണം. അതുകൂടാണ്ട് കുറേയധികം വെള്ളം വേണം. ഞാൻ പലപ്പോഴും ഹൈലക്സ് വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം പേപ്പർ എടുത്ത് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ മുഴുവൻ കുടിവെള്ളക്ഷാമം എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അത് ഈ വണ്ടി വാഷ് ചെയ്തുകൊണ്ടാണോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അത്രയധികം വെള്ളം ഈ ഒരു വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി വരും. വെള്ളത്തിനേക്കാൾ കൂടുതൽ നമുക്കതിന് വേണ്ടി വരുന്ന എഫേർട്ടാണ്. ഈ ഷൂട്ട് ആക്ച്വലി ഞാൻ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വഴിക്കായി. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്ന് ഞാൻ വീണ്ടും എനർജിയൊക്കെ സംഭരിച്ച് വീണ്ടും ഇറങ്ങിയേക്കാണ്. ആൻഡ് നിങ്ങൾ വിചാരിക്കും ഇത് വാഷ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ എനർജി വേണ്ടതെന്നുള്ളത്. പക്ഷേ നോ, ഇതിൻ്റെ ബോണറ്റ് നമുക്കിങ്ങനെ പൊക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ടേക്സ് എ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് എനർജി. ഇതിന് ഇവർ വേറെ ഗ്യാസ് സ്ട്രട്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ വണ്ടിയുടെ ബാക്കിയുള്ള ഏരിയ പോലെ വളരെ തിക്കായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ആൻഡ് ആവശ്യത്തിന് പൊക്കിയാലേ നമുക്ക് ഈ കോലിയോടെ കുത്തി വയ്ക്കാൻ പറ്റുള്ളൂ. ഒരു 2 കോടിയുടെ അടുത്ത് വിലയുള്ളൊരു വണ്ടിയുമ്പോഴാണ് ടൊയോട്ട ഈ പണി കാണിച്ചേക്കണം എന്നാലേക്കും നമുക്ക് വിഷമം തോന്നും. പിന്നെ ഒന്നാലേക്കുമ്പോൾ ഒരു പൈസ ലാഭിക്കാൻ വേണ്ടി ചെയ്തതാവില്ല. ഇതൊരു ടൊയോട്ടയാണ്, ഇതിൻ്റെ ബോണ്ട് ഓർക്കേണ്ടി വരില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ചെയ്തതായിരിക്കാം നമുക്ക് വിചാരിക്കാം. ബോണ്ടിൽ ഗ്യാസ് സ്ട്രട്സ് കൊടുക്കാത്ത നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടി വരുന്ന വേറൊരു സ്ഥലത്തും അവർ ഗ്യാസ് സ്ട്രട്സ് ഒന്നും കൊടുത്തിട്ടില്ല. അത് ഈ ടെയിൽ ഗേറ്റിലാണ്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ലേറ്റർ മോഡൽസിന് ഇവിടെ ഗ്യാസ് സ്ട്രട്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഏർലി മോഡലിൽ സ്ട്രട്സ് ഇല്ലാണ്ടാണ് വന്നത്. സോ ഇറ്റ്സ് റിയലി ഹെവി. അടയ്ക്കുമ്പോഴും നല്ല ലോഡുണ്ട്. ആൻഡ് ഇത് അറിയാത്തവരൊക്കെ വന്ന് പെട്ടെന്ന് തുറന്നിട്ടുണ്ടെങ്കിലാണ് കുഴപ്പം. ഇറ്റ് ജസ്റ്റ് ഡ്രോപ്സ് ലൈക്ക് ദിസ്. ഇതിനേലും ഇമ്പാക്റ്റോടുകൂടി വേറെ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വണ്ടിയുടെ പ്രൈസിംഗ് ആണ്. ടൊയോട്ട ഗേവ് മാസീവ് ഡിസ്കൗണ്ട്സ് ഓൺ ദ ഹൈലക്സ്. 12 ലക്ഷം രൂപയാണ് ടൊയോട്ട ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഈ ഒരു ഹൈലക്സ് വിൽക്കാൻ വേണ്ടിയിട്ട്.
കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഈ പ്രൈസിലും ആൾക്കാർ മേടിച്ചുകൊണ്ട് ഫോർച്യൂണർ മേടിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസീവ് പിക്കപ്പ് എന്ന് പറഞ്ഞിട്ടാണ് അവരന്ന് കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് ആൾക്കാർ വാങ്ങാണ്ടായപ്പോൾ അവർ നല്ല ഡിസ്കൗണ്ട്സ് കൊടുക്കാൻ തുടങ്ങി. അത് പക്ഷേ ടൊയോട്ട ഇന്ത്യ അല്ല കൊടുക്കുന്നത്, ഡീലർമാരാണ്. ഡീലർമാർ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യുന്നത്. അവർക്ക് ആകുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ഹൈ ക്രോസിൻ്റെയും ഹൈ റൈഡറിൻ്റെ അലോക്കേഷൻ കിട്ടും. അപ്പോൾ അവർ വിചാരിക്കും ഇതിൽ വരുന്ന നഷ്ടം നമുക്ക് അതിൽ നികത്താം എന്നുള്ളത്. അങ്ങനെയാണ് അവർ ആ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് ആദ്യം ഫുൾ പ്രൈസിന് മേടിച്ച ആൾക്കാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ഇതുപോലൊരു നഷ്ടം ഒരു ടൊയോട്ടയിൽ അവർ ജീവിതത്തിൽ പ്രതീക്ഷ കാണില്ല. പിന്നെ ആ നഷ്ടം കുറേയൊക്കെ നികത്താൻ പറ്റുന്നത് ആ ബോണറ്റ് ഒരു 10-15 പ്രാവശ്യം പൊക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഷോൾഡറിനും ഈ പറഞ്ഞ പോലെ വിങ്സിനൊക്കെ നല്ല വർക്കൗട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ പോയി വേറെ കാശ് കളയണ്ട. വേണമെങ്കിൽ ബൈസെപ്സും കേൾസൊക്കെ നമുക്ക് ആ ബാക്കിലത്തെ ടെയിൽ ഗേറ്റ് ഉപയോഗിച്ചും ചെയ്യാം. ദാറ്റ്സ് ദ തിങ് അബൌട്ട് ദ ഹൈലക്സ്. എവറിത്തിങ് ഫീൽസ് ഇൻഡിസ്ട്രക്റ്റബിൾ, എവറിത്തിങ് ഫീൽസ് സ്ട്രോങ്. ഗൂഗിളിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് യു നീഡ് എ സ്ട്രോങ് പാസ്വേഡ് എന്ന് പറയുകയാണെങ്കിൽ ചുമ്മാ ഹൈലക്സ് എന്ന് ചേർത്ത് അടിച്ചു കൊടുത്താൽ മതി. അതപ്പോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇറ്റ്സ് ദാറ്റ് സ്ട്രോങ്. ആൻഡ് ആ ഒരു സെൻസ് ഓഫ് ഇൻവിൻസിബിലിറ്റി നമുക്കിത് ഓടിക്കുന്ന സമയത്തും തോന്നും. മറ്റു വണ്ടികൾ നമുക്ക് വേണ്ടി മാറിത്തരും, നമ്മൾ വിചാരിക്കുക റെസ്പെക്റ്റ് കൊണ്ടാണെന്ന്. പക്ഷേ ആക്ച്വലി പേടി കൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കും ഇത് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്, കാരണം ഇത്രയും സൈസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ആക്ച്വലി അല്ല. ഞാനൊരു തിരക്കുള്ളൊരു ബാങ്കിൽ പോയിട്ട് ഞാനിത് കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ബൈക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള സ്പേസിലോട്ട് ഞാൻ ഹൈലക്സ് കുത്തിക്കയറ്റി ഒരു തരത്തിൽ ഇങ്ങനെ റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബാങ്കിൽ പെയിൻ സ്ലിപ്പ് എഴുതുന്ന ആൾ അവിടുന്ന് ആ പണിയെല്ലാം നിർത്തിയിട്ട് വന്നിട്ട് സ്വന്തം ബൈക്ക് അങ്ങ് മാറ്റി വെച്ച്. അതുപോലെ തന്നെ പിന്നാലെ ഒരു 3-4 പേരും കൂടി വന്നിട്ട് അവരുടെയും ബൈക്ക് മാറ്റി വെച്ച്. ആൻഡ് ഐ ഹാഡ് ദ സ്പേസ് ടു ഡു ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സിറ്റി കാറാണ്. നമ്മൾ കുറച്ച് ബ്രൂട്ടലാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യാം. പൊക്കമുള്ള സ്ലാബൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഞാൻ പലപ്പോഴും റോഡിൽ ഞാൻ ട്രാഫിക്കൊക്കെ കാണുമ്പോൾ ഞാൻ നിന്ന് നിൽപ്പിൽ അവിടെ തന്നെ ഇട്ട് യൂട്ടേൺ അടിക്കും. സാധാരണ വണ്ടികളാണെങ്കിൽ എതിരെ വരുന്ന വണ്ടികളും ബാക്കിലുള്ള വണ്ടിയൊക്കെ കിടന്ന് ഹോൺ അടിക്കും. ഇതിലാർക്കും യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. ആൾക്കാർ നമ്മൾ ഓരോ പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ വന്ന് കയറുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയൊക്കെ തരും. സാധാരണ വണ്ടിയിലൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ ഇതിലിരിക്കുമ്പോൾ ഒരു സൈസും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മളിതിലിരിക്കുമ്പോൾ മറ്റു വണ്ടികളൊക്കെ ഓൾട്ടോ ആയിട്ടൊക്കെ തോന്നും. ഇപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയൊക്കെ കണ്ട ഓൾട്ടോ വെയിറ്റ്, അത് ഓൾട്ടോ തന്നെയാണ്. ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു സൈസുള്ളൊരു വണ്ടി കൊണ്ട് നടക്കണം. നമുക്കൊരു പുതിയൊരു പെർസ്പെക്റ്റീവ് കിട്ടും. പല വണ്ടികളുടെയും മോളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഈ വണ്ടിക്ക് പാനോറാമിക് സൺറൂഫ് ഉണ്ടല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്നേരമാണ് മനസ്സിലാവുക. നിങ്ങളൊരു ഹൈലക്സ് ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് ലൈഫിൽ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാം. അത് കഴിയുമ്പോൾ അവർക്ക് അവരുടെ കൊച്ചുമക്കൾക്ക് കൊടുക്കാം. അവസാനം മുത്തച്ഛൻ്റെ ഹൈലക്സ് ആണെന്ന് പറഞ്ഞ് പിള്ളേർ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളതാണ്. ഞാൻ ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടി വീട്ടുകാരോട് ഒരു എക്സ്പ്ലനേഷൻ പറയണോ. ഇത് കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞത് വേറെ ഷൂട്ട് ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴാണ് ആ ഷൂട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴെങ്കിലും അവരെയും ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരോടൊക്കെ കയറാൻ പറയും. നമുക്കൊരു ദിവസം ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് മാളിൽ പോയി. അവിടെ ചെന്നപ്പോൾ നോർമൽ പാർക്കിംഗ് സ്പേസുകളൊക്കെ തീരെ ചെറുതാണ്. റെഗുലർ കാറിന് വേണ്ടി ഉണ്ടാക്കിയേക്കണതാണ്. ഹൈലക്സിൻ്റെ ഒരു 1/4 ഭാഗം അതിൽ ഫിറ്റാവും. ബാക്കി 1/4 ഭാഗം ആ ബെഡിൻ്റെ പകുതിയോളം പുറത്തോട്ട് ചാടി നിൽക്കും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ച് അവിടുന്ന് ഷോപ്പിങ്ങിന് പോയി ഞങ്ങളെല്ലാവരും. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് വേറൊരു പ്രശ്നം. നമുക്ക് ഈ വണ്ടിയിൽ വാങ്ങിച്ച സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല. സോ അച്ഛൻ, അമ്മ, ഞാൻ, വൈഫ്, കുട്ടി എല്ലാവരും ഉണ്ട്. ഈ വാങ്ങിച്ച സാധനങ്ങളൊന്നും ഇതിൻ്റെ ബെഡിലിടാൻ പറ്റില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ അത് ഓടിയടന്ന് എല്ലായിടത്തും ആവും. പ്ലസ് എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർ അതിൽ പഠിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ മടിയിൽ തന്നെ വെച്ചിട്ട് അവസാനം വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. all 5.2 meters of Toyota and nowhere to place your bags. നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ പലപ്പോഴും പല ഹോട്ടലിലും പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഫ്രണ്ടിൽ ഒരു 3 കാർ നിർത്തിയിടാനുള്ള സ്ഥലം ഉണ്ടാവും. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോളം പുറത്ത് റോട്ടിൽ കിടക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് യു വിൽ ഹാവ് ടു പാർക്ക് ഇറ്റ് സൈഡ് വേസ്. ഒരു 3 സ്പേസ് നമ്മൾ തന്നെ എടുത്തിട്ട് പാർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ മോഹൻലാൽ പറയുന്ന പോലെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്ന പോലെ ഞാൻ പലപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അങ്ങനെ ചെയ്യാറ്. ആർക്കും എന്നെ അത് കാരണം വലിയ ഇഷ്ടമല്ല. റെസ്റ്റോറൻറ്റുകാർക്കേ നമ്മൾ ഇഷ്ടമില്ലാത്തുള്ളൂ. സാധാരണ ആൾക്കാർക്കൊക്കെ ഇത് ആദ്യം കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. ഇൻഫാക്ട് ഇത് ഇറങ്ങിയ സമയത്ത് ഇറ്റ് യൂസ് ടു ഗെറ്റ് മോർ അറ്റൻഷൻ ദാൻ മൈ പോർഷ. ഞാനത് എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് വന്ന് സംസാരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് മോർ അപ്രോച്ചബിൾ. ഒരു സ്പോർട്സ് കാറുള്ള ഒരു തന്നെ ജാടയായിരിക്കും എന്ന് വിചാരിച്ച് അവനോട് അപ്രോച്ച് ചെയ്യണമെങ്കിലും കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒരു ഹൈലക്സിലുള്ള ഒരാളോട് വന്ന് വർത്താനം പറയാനായിട്ട്. ആൻഡ് പീപ്പിൾ ഹാഡ് ഓൾ സോർട്സ് ഓഫ് സ്റ്റോറീസ്. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും ഈ ഒരു വണ്ടീനെ കുറിച്ച്. അവർ പണ്ട് ഗൾഫിലായിരുന്ന കാലത്ത് വണ്ടിയിൽ ജോലിക്ക് വരുന്നതോ വാങ്ങിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒട്ടകത്തിന് വൈക്കോല കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്, ആടിനെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വണ്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി അവർക്ക് പറയാനുണ്ടാവും. നമുക്ക് ഒട്ടകവും ഇല്ല, ഒട്ടകത്തിനുള്ള വൈക്കോലും ഇല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടി കൊണ്ട് യാതൊരു യൂസും ഇല്ല. ഇപ്പോൾ യുഎസിലൊക്കെ ആൾക്കാർ പിക്കപ്പ് ട്രക്ക് മേടിക്കണം അതിൻ്റെ ബെഡിൻ്റെ സൈസൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഇത്രയും വലിപ്പമുള്ള പ്ലൈവുഡിൻ്റെ ഷീറ്റ് കയറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലൈവുഡൊന്നും അങ്ങനെ വാങ്ങേണ്ട കാര്യം പോലും ഇല്ല. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് പണിക്കാരനാണ് മേടിക്കുക. അയാൾ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഷോപ്പുകാർ ട്രാൻസ്പോർട്ട് ചെയ്യും.
അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് ഒക്കെ മേടിക്കുകയാണെങ്കിലും ആ ഫ്രിഡ്ജ് അത് മേടിക്കുന്ന കടയിൽ നിന്ന് അവർ തന്നെ എത്തിച്ചു തരും. നമ്മളൊരിക്കലും അത് ചുമന്ന് വണ്ടി കയറ്റി തിരിച്ച് വീട്ടിൽ വന്നിട്ട് അത് ഇറക്കി കൊണ്ടുവയ്ക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല, നമ്മളെ കൊണ്ട് പറ്റിയില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഡെലിവറി ഇൻസ്റ്റാളേഷനും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ വൈ വുഡ് യു വാണ്ട് ടു ഡു ദാറ്റ്? പിന്നെ പലരും സൈക്കിളൊക്കെ ബാക്കിൽ കയറ്റി വെച്ചിട്ട് വല്ല ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് സൈക്കിൾ ഔട്ടിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലേ ഇല്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ ബെഡിൽ എന്തെങ്കിലും വെക്കാനും വലിയ വിഷമമാണ്, കാരണം അത് അവിടെ ഓടിയാടുന്ന് ഫുൾ ഡാമേജ് ആവും, സ്ക്രാച്ച് ആവും എന്നുള്ളത്. ഈ ഒരു വണ്ടിക്ക് ഒരു ബെഡ് ലൈനർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് നിവൃത്തിയേടുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യണതാണ്, കാരണം പെയിൻറ്റഡ് ബെഡ് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെയിൻ്റൊക്കെ പോയി ഡാമേജ് ആവും എന്നുള്ളത് വെച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പോകാനുള്ള ഡ്രെയിൻ ഹോൾസ് കൊടുത്തിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ അതുകൊണ്ട് ബൂട്ടിൽ വെള്ളം കളക്ട് ചെയ്യും. ആൻഡ് നമ്മൾ ഓടിക്കുന്ന അനുസരിച്ച് ഇപ്പോൾ വാഷ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞ് ഓടിച്ചാലും കുറേ നേരത്തേക്ക് നമ്മൾ റോട്ടിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടായിരിക്കും പോകണ്ടാവുക. ആ ഒരു ലൈനർ ക്ലീനായി കീപ്പ് ചെയ്യാനും ഭയങ്കര പാടാണ്. അപ്പോൾ ഞാനിതൊരു ലൈഫ് സ്റ്റൈൽ വണ്ടിയാണല്ലോ, കുറച്ച് വൃത്തിയായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലൊരു ദിവസം ഒരു പോളിഷ് അടിച്ചു. ആ പോളിഷിൻ്റെ ക്യാൻ മുഴുവൻ തീർന്നപ്പോഴാണ് മനസ്സിലായത് ഇത് വൻ സ്ലിപ്പറി ആണെന്നുള്ളത്. തെന്നി വീഴാണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് അത് ഫുൾ പൊടി പിടിച്ച് പഴയതിലും വൃത്തികേടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. ഇപ്പോൾ വല്ലപ്പോഴേ ക്ലീൻ ചെയ്യാറുള്ളൂ. ഇതിനൊരു കവർ അവൈലബിൾ ആണ്, ഒരു സ്ലൈഡിങ് ടൈപ്പ് കവർ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. വാട്ടർ പ്രൂഫ് ആണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു വണ്ടി വലിയ ഓട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അതിന് വലിയ യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതൽ കാശ് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ ഒരു ബെഡുള്ളൊരു വണ്ടി കിട്ടിയിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്തുകൂടെ, മാഗസിൻ്റെ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ്റെ ബാക്കിൽ സുഖമായിട്ട് നിൽക്കാം, അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ള വിചാരിക്കും. MBD പ്രശ്നം ഒരു സൈഡിൽ, അതുകൂടാണ്ട് ഇതാണ് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി. എക്സ്പാൻഷൻ ജോയിനിലൊക്കെ ഇറ്റ്സ് റിയലി ബംപി. ബാക്കിൽ ലീവ് സ്പ്രിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോസ് ലുക്ക് ലൈക്ക് ദിസ്. പിന്നെ നല്ലൊരു ചാട്ടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാമറാമാനെ തന്നെ കാണാനുണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ഇടാറില്ലേ പുതിയ ക്യാമറാമാനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു, ഇതാ കാരണം. ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗെറ്റ് ഇൻ ടച്ച്. പക്ഷേ നമ്മളിതിൻ്റെ റൈഡ് ക്വാളിറ്റി നമ്മൾ ക്ഷമിക്കും, കാരണം ഇതൊരു പിക്കപ്പ് ട്രക്കാണ്. ഫോർച്യൂണർ ആ ഒരു ഫാമിലി ലക്ഷറി SUV എന്ന് പറഞ്ഞുകൊണ്ട് ആ റൈഡ് ക്വാളിറ്റി ഓഫർ ചെയ്യുമ്പോൾ ഇത് ലീഫ് സ്പ്രിങ് ഒക്കെ വെച്ചിട്ട് കുഴപ്പമില്ല നമ്മൾ വിചാരിക്കും. ആൻഡ് ബാക്കിൽ ലോഡിന് വേണ്ടിയിട്ട് ഫാക്ടറിങ് ചെയ്തിട്ട് ഉണ്ടാക്കിയേണ്ട ഒരു സസ്പെൻഷനാണ്. സോ ലോഡില്ലാണ്ട് ഓടിക്കുമ്പോഴാണ് ഈ ഒരു ചാട്ടം എന്നുള്ളത് വെച്ചിട്ട് യു വിൽ ഫോർഗീവ് ഇറ്റ് ഫോർ ദാറ്റ്. ഓടിക്കാൻ ഇറ്റ്സ് റിയലി ഗുഡ്. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഫോർച്യൂണറിലുള്ള സെയിം 2.8 ലിറ്റർ ഡീസലാണ്. ആൻഡ് ഫ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലിറ്റിൽ നോയ്സി, പക്ഷേ ഇറ്റ് പിക്സ് അപ്പ് സ്പീഡ്. ഇറ്റ്സ് റിയലി ഫാസ്റ്റ്. 201 BSP ഉണ്ട്, 420 Nm ടോർക്ക് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് മേറ്റഡ് ടു വൺ ഓഫ് ദ ബെസ്റ്റ് ഗിയർ ബോക്സസ്. ഒരു 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ ഇത്തിരി നോയ്സി ആണെന്നുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. യു ഗെറ്റ് പ്ലെൻറ്റി ഓഫ് പാസിംഗ് പവർ. മിക്കവാറും വണ്ടികളൊക്കെ നമുക്ക് ഫാസ്റ്റായിട്ടൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വണ്ടി വല്ലപ്പോഴൊക്കെ ഓടിക്കുകയുള്ളൂ. ഓടിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും അത് DPF റീജനറേഷൻ എഴുതി കാണിക്കും. കാരണം മോസ്റ്റ്ലി ടൗണിൽ ഒരു ചെറിയ റൗണ്ട് യൂട്ടിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് DPF ക്ലോക്ക്ഡ് ആവുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ഇടയ്ക്കിടയ്ക്ക് റീജനറേഷൻ എഴുതി കാണിക്കും. ഇനി അല്ല നമുക്ക് തന്നെ മാനുവലി ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീജനറേഷൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ എഞ്ചിൻ ഐഡിയലിനും കുറച്ചും കൂടി RPM കൂടുതൽ, കുറേ കൂടി എക്സോസ്റ്റിൽ ടെമ്പറേച്ചർ ബിൽഡ് ചെയ്തിട്ട് ആ DPFലുള്ള സൂട്ടും സാധനങ്ങളൊക്കെ കത്തിച്ച് കളയും. ഞാൻ അതിൻ്റെ ഒരു ഐറണിയാണ് ആലോചിക്കുന്നത്. കാരണം നമ്മൾ DPF എന്തിനാ? പൊല്യൂഷൻ കുറയ്ക്കാൻ. നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. എന്തിന്? DPF ക്ലീൻ ചെയ്യാൻ. ഓഫ് റോഡ് പോകാനും വളരെ നല്ല വണ്ടിയാണ്. ഞാൻ പലപ്പോഴും ഓഫ് റോഡ് പോകണമെന്ന് തോന്നുമ്പോൾ നേരത്തെ പറഞ്ഞ വണ്ടി കഴുകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഡീലർ വണ്ടി എടുത്താൽ പോകാറ്. ദാറ്റ് വേ നമ്മുടെ കാറുമ്മ ഒട്ടും ശരിയാവില്ല. ആൻഡ് നിങ്ങൾ ഓഫ് റോഡ് പോകണ്ട, നിങ്ങൾക്ക് നോർമൽ റോട്ടിൽ തന്നെ ഓടിക്കുന്ന സമയത്ത് പോലും യു വിൽ ഫൈൻഡ് ദിസ് കാർ വെരി യൂസ്ഫുൾ. ഇപ്പോൾ കുറേ അധികം വെള്ളമുണ്ട്, എല്ലാവരും തിരിച്ചു പോകുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ ഹൈലക്സ്, യു ക്യാൻ ഗോ ദെയർ. നിങ്ങളൊരു ഹൈലക്സ് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ബോസ് ഒരിക്കലും അറിയാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് പിന്നീട് ലേറ്റ് ആവാനോ അല്ലെങ്കിൽ ജോലിക്ക് വരാണ്ടിരിക്കാനോ ഒന്നും വേറൊരു എക്സ്ക്യൂസ് ഇല്ല എന്നുള്ളതാണ്. എന്ത് വെള്ളപ്പൊക്കം, എന്തൊരുൾപൊട്ടൽ, മര്യാദയ്ക്ക് സമയത്തിൽ എത്തിക്കോളണം എന്ന് ബോസ് പറയും. അപ്പോൾ വീഡിയോന് ഞാൻ ഉദ്ദേശിച്ചതിൽ ലെങ്ത്തായി, കുറേയധികം കാര്യങ്ങൾ കൂടിയും പറയണം എന്നുണ്ടായിരുന്നു. ബട്ട് നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി ഫ്ലോപ്പാണ്, റൈഡ് ടെറിബിളാണ്, ബെഡ് യൂസ്ലെസ് ആണ്. ആൻഡ് പഴയ ഹൈലക്സ് പോലെയല്ല, ഈ ഒരു ജനറേഷനിൽ യു ഓൾവേസ് ഹാവ് ടു വറി അബൌട്ട് ദ DPF. സോ യു ഹാവ് ടു ബി റിയലി ഡാഫ്റ്റ്, എ കംപ്ലീറ്റ് ഇഡിയറ്റ് ടു ബൈ ദിസ് കാർ. പക്ഷെ നിങ്ങളിത് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് മൈ റെസ്പെക്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.